Good morning, my dear students. After a short period, we are again coming back to our social fourth chapter, our country. We have been learning about our country. So, today we are going to learn about hills and mountains. In our last class, we were discussing about India and its population, then peninsula. These were the things we discussed in our last class. Today we are going to discuss about hills and mountains in our country. We already learned that in our country we are having different types of physical features. Some places are land, some places are full of land, sandy places, then some places are full of rocks, mountain. So we can see different types of physical features in our country. Okay, today we are going to discuss hills and mountains. A high land with a round top is called hill. What do you mean by hill? മലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലാൻഡ്, ഭൂമി ഭയങ്കരമായിട്ട് ഉയർന്നിരിക്കുന്ന, ഭൂമിയുടെ ഉയർന്നിരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഹിൽ എന്ന് പറയുന്നത്. അപ്പം ഹൈ ലാൻഡ് വിത്ത് എ റൗണ്ട് ടോപ്പ്. ടോപ്പ് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് ഹിൽ. Very high hills with sloping slides and sharp peaks are called mountain. അപ്പോൾ ഹില്ലെന്ന് പറയുന്നത് ഹൈ ലാൻഡ് വിത്ത് റൗണ്ട് ടോപ്പ്. അപ്പം മൗണ്ടെയിൻ എന്ന് പറയുന്നതോ വെരി ഹൈ ഹിൽസ് വിത്ത് സ്ലോപ്പിംഗ് സൈഡ്സ് ഷാർപ്പ് പീക്ക്. മൗണ്ടെയിൻ്റെ ടോപ്പ് എന്തായിരിക്കും? കൂർത്തതുപോലെ ഉള്ള അങ്ങനെയുള്ള അഗ്രങ്ങളുള്ള ആ സ്ഥലങ്ങളെ വിളിക്കുന്നതാണ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. സി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻ ഈസ് ഹൈ ലാൻഡ് വിത്ത് റൗണ്ട് ടോപ്പ് ഈസ് കോൾഡ് ഹിൽ. വെരി ഹൈ ഹിൽസ് വിത്ത് സ്ലോപ്പിംഗ് സൈഡ് ആൻഡ് ഷാർപ്പ് പീക്ക്. റൗണ്ടായിട്ടുള്ള ടോപ്പുള്ളതിനെ ഹില്ലെന്നും, പിന്നെ ഈ ഹിൽസിൽ ഭയങ്കര ഹൈറ്റ് കൂടിയിട്ടും ഇങ്ങനെ ഇറങ്ങി കുത്തനെയുള്ള ഇറക്കമുള്ള സ്ഥലങ്ങളെ വിളിക്കുന്നതാണ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പ് എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. ആ ഷാർപ്പ് പീക്കും കുത്തനെയുള്ള സ്ലോപ്പിംഗ് സ്ലൈഡായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത പോലെ ചില മലകൾ കണ്ടിട്ടില്ല, നമുക്ക് കയറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങുമെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള മലകളെയാണ് നമ്മൾ മൗണ്ടെയിൻ എന്ന് വിളിക്കുന്നത്. All along the northern boundary of India lie the great Himalayan mountain ranges. അപ്പം നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ ബൗണ്ടറിയിൽ ഒരു മലയുണ്ട്, അതിൻ്റെ പേര് ഗ്രേറ്റ് ഹിമാലയൻ മൗണ്ടെയിൻ. സി ടുഡേ വി ജസ്റ്റ് ഡിസ്കസ് വാട്ട് ഈസ് ഹിൽ, വാട്ട് ഈസ് mountain. Hill means round shape of high land with a round top shape. Mountain means a very high hills. The top will be sharp peak and sloping slide. ടോപ്പ് ഷാർപ്പ് ടീക്കായിരിക്കും, സ്ലോപ്പായിട്ട് ഇറങ്ങി വരുന്ന സ്ഥലങ്ങളെയാണ് മൗണ്ടെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തൊരു വലിയ, വി ആർ ഹാവിങ് എ ഗ്രേറ്റ് മൗണ്ടെയിൻ ഇൻ അവർ നോർത്ത് സൈഡ് ഓഫ് ഇന്ത്യ. ദ നെയിം ഈസ് ഗ്രേറ്റർ ഹിമാലയ റേഞ്ചസ്. ഓക്കെ, come to the next topic, next portion. There are many peaks in this mountain. Most of them remain snow covered almost throughout the year. Listen, we are discussing about hills and mountains. Hills means very high land with a round shape. This means hills. Mountain means very high hills which is having sharp peak. Then sloping slides means mountain. Next one, we are having a great mountain in northern side of India. It is known as Greater Himalayan Ranges. Now we are going to understand little bit about our Himalayan mountain. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തുള്ള ഹിമാലയൻ മൗണ്ടെയിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. Okay, so understand
in our northern side of our India, we are having a Himalayan mountain range. ഇനി ഈ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച് there are many peaks in this mountain. Most of them remain snow covered almost. ശ്രദ്ധിക്കണം, ഈ ഹിമാലയൻ മൗണ്ടെയിൻസിൽ ധാരാളം ചെറിയ ചെറിയ പീക്സ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ പീക്സ്? ചെറിയ ചെറിയ കൊടുമുടികളുണ്ട്. ഈ കൊടുമുടികൾ ഒരു വർഷത്തിൻ്റെ ത്രൂ ഔട്ട് ദ ഇയർ എന്ത് കവർ ചെയ്തിട്ടുണ്ടാവും? സ്നോ, ഭയങ്കര മഞ്ഞുള്ള കൊടുമുടികളുള്ള ഒരു സ്ഥലമാണ് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച്. ഓക്കെ, കാച്ചൻജംഗ എന്ന് പറയുന്ന ഒരു ഹയ്യസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഹിമാലയത്തിലുണ്ട്. എന്താ പേര്? കാച്ചൻജംഗ. ലിസൺ കെയർഫുള്ളി, ഇറ്റ് മേ ബി the first name or topic you are hearing in your life. The name is Kanchenjunga Peak. Kanchenjunga is the highest mountain peak in India, third highest mountain in the world. Listen carefully. Now we are discussing about hills and mountains. There is one of in our country we are having a mountain named as Himalayan. Now we are discussing about Himalayan mountain ranges. In this area we can see many peaks which is covering with snow. Then the name Kanchenjunga is the highest peak in the Himalaya. Listen carefully. Kanchenjunga is the highest peak in mountain peak in India. Then third highest peak in world. ലോകത്തിലേക്കും വെച്ച് മൂന്നാമത്തതും ഇന്ത്യയിൽ ഒന്നാമത്തതുമായ പീക്ക് എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്നാണ് അർത്ഥം. കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ കാച്ചൻജംഗ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ നോർത്തേൺ സൈഡായ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലാണ്. ഇവിടെ എന്തായിരിക്കും? ത്രൂ ഔട്ട് ദ ഇയർ വി ക്യാൻ സീ സ്നോ കവേർഡ് പ്ലേസ്. ഓക്കെ, മെനി റിവേഴ്സ്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ചാണ്. അവിടുത്തെ ഹയ്യസ്റ്റ് പീക്ക് ഏതാണ്? കാച്ചൻജംഗ. ഈ നമ്മുടെ ഇന്ത്യയിലെ ഹയ്യസ്റ്റ് പീക്ക് കാച്ചൻജംഗ ആകുമ്പോൾ ലോകത്തിലേക്കും വെച്ച് മൂന്നാമത്തെ ഹയ്യസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ കാച്ചൻജംഗയാണ് വേൾഡിലെ തേർഡ് ഹയ്യസ്റ്റ് പീക്ക്. ഓക്കെ, ഇനി ഇവിടെ മിസ് പറഞ്ഞില്ല, ഫുൾ ടൈം ഇവിടെ എന്തായിരിക്കും? മഞ്ഞ് കവേർഡാണ്, മഞ്ഞ് സ്നോ കവേർഡ് പ്ലേസ് ആണ്. ഈ സ്നോ കവേർഡ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട 3 റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗംഗ, യമുന, സത്ലജ്, ബ്രഹ്മപുത്ര. 4 റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ദ? ഗംഗ, യമുന, സത്ലജ്, ബ്രഹ്മപുത്ര. ഗംഗ, യമുന, സത്ലജ്, ബ്രഹ്മപുത്ര are the 3 rivers originating from these mountain ranges flow down to the plains. ഈ മലകളിൽ നിന്ന് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 4 നദികൾ അവിടെ നിന്ന് ഒഴുകിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. വിച്ച് ആർ ദ 4 rivers? which are the Ganga, Yamuna, Sarlaj, Brahmaputra. Then the central and southern part of our country have low mountain ranges and hills. Vindhya, Satpura ranges are central India while Nilgiri hills are South India. South Indiaയിലുള്ളൊരു ഹില്ലാണ് നീലഗിരി ഹിൽസ്. വിന്ധ്യ, സത്പുത്ര റേഞ്ചസ് ആർ സെൻട്രൽ ഇന്ത്യ. അത് ഇന്ത്യയുടെ സെൻട്രൽ ആയിട്ട് കാണുന്നു. സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഒന്നാണ് ഇത് നീലഗിരി ഹില്ല്. ഓക്കെ, ഇനി പ്ലെയിൻസ്. അപ്പോൾ ഹിൽസ് കഴിഞ്ഞ് ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് നമ്മൾ ഹിമാലയൻ മൗണ്ടെയിനെ കുറിച്ച് ഷോർട്ടായിട്ട് പഠിച്ചു. അവിടെയുള്ള ഹയ്യസ്റ്റ് പീക്ക് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ഹയ്യസ്റ്റ് പീക്ക് കാച്ചൻജംഗയാണ്. 4 റിവേഴ്സ് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ നിന്ന് ഒഴുകിയിട്ട് എവിടെ വന്നു ചേരുന്നു? ഇന്ത്യയുടെ പ്ലെയിൻ ലാൻഡിലോട്ട് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് വൺ, പ്ലെയിൻസ്. Many parts of our country have flat level land. These areas are called plains. To the south of the Himalaya lie the Great Plains of India. നമ്മുടെ ഇന്ത്യയിലെ കൂടുതൽ സ്ഥലങ്ങളും പ്ലെയിൻ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ് നമുക്ക് കാണാൻ കഴിയും. ഈ ഇങ്ങനെ പ്ലെയിൻ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് വിളിക്കുന്നത് പ്ലെയിൻസ്. To the south of the Himalaya lie the Great Plains of India.
ഹിമാലയത്തിൻ്റെ സൗത്ത് ഭാഗമായ സ്ഥലങ്ങളെ വിളിക്കുന്നതാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇപ്പം നമ്മൾ പഠിക്കുന്ന പ്ലെയിൻ മീൻസ് ഫ്ലാറ്റ് സർഫേസ് ഓഫ് ലാൻഡിനെയാണ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. Rivers such as Ganga, Yamuna flow through these plains. Then these rivers have made the land fertile. Thus good food grains are grown here. അപ്പം നമ്മുടെ നോർത്ത് ഭാഗത്തുള്ള ഹിമാലയൻ മൗണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റിവർ എവിടെ എത്തിച്ചേരുന്ന മിസ് പറഞ്ഞത്? പ്ലെയിൻ ലാൻഡിലോട്ട് വന്നു ചേരുന്നു. ഈ പ്ലെയിൻ ലാൻഡിലോട്ട് ഗംഗയും യമുനയും ഒഴുകി വന്നിട്ട് ഈ പ്ലെയിൻ ലാൻഡിന് ആവശ്യമുള്ള വെള്ളവും വളക്കൂറുള്ള മണ്ണുകളും എത്തിച്ചു കൊടുത്തിട്ട് ഈ പ്ലെയിൻ ലാൻഡ് എന്താകുന്നു? ഫെർട്ടൈൽ ലാൻഡ് ആകുന്നു. വാട്ട് യു മീൻ ബൈ ഫെർട്ടൈൽ ലാൻഡ്? ഫെർട്ടൈൽ ലാൻഡ് മീൻസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അഗ്രികൾച്ചർ. കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ മണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത്. സോ ദ പ്ലെയിൻസ് ഓഫ് അവർ കൺട്രി വി ക്യാൻ സീ ദ നോർത്തേൺ സൈഡ്. ദെൻ വി ക്യാൻ സീ ദർ ആർ ഫ്യൂ റിവേഴ്സ് വിച്ച് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിമാലയ ഫ്ലോയിങ് ടു ദി plain land. These rivers make the plain lands fertile. So we can see food crops are growing this place more than അനദർ പ്ലേസ്. മറ്റ് സ്ഥലങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഫുഡ് ഗ്രെയിൻസ് വളരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ഫെർട്ടൈലിംഗ്? ഇവിടെയുള്ള ലാൻഡ് ഫെർട്ടൈൽ ആകാനുള്ള റീസൺ എന്താണ്? ഈ ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത് ഈ പ്ലെയിൻ ലാൻഡിലോട്ടാണ്. അങ്ങനെ അവിടെ ആവശ്യത്തിനുള്ള വെള്ളവും മണ്ണും ലഭിച്ചു കഴിയുമ്പോൾ അതെന്തായി മാറുന്നു? ഫെർട്ടൈൽ ലാൻഡായിട്ട് മാറുന്നു. അങ്ങനെ അവിടെ ധാരാളം ഫുഡ് ക്രോപ്സ് വളരുവാനിടയായി തീർന്നു. Then there are narrow stripes of plain lands along the western coast of India. These plains അവസാനം ഈ പ്ലെയിൻ എവിടെ വന്ന് മുട്ടുന്നു? കന്യാകുമാരി, നോർത്തിൻ്റെ സൗത്തിൻ്റെ കന്യാകുമാരിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. Rivers such as Narmada, Tapi, Mahanadi, Godavari, Krishna, Kaveri flow through these plains. അപ്പം ഈ പ്ലെയിൻസ് എന്ത് ചെയ്യുന്നു? ഈ പ്ലെയിൻസിലൂടെ ഒഴുകുന്ന മറ്റ് നദികളാണ്, റിവേഴ്സാണ് ഏതൊക്കെ? നർമ്മദ, ടാപ്പി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതൊക്കെ ഈ പ്ലെയിൻസിലൂടെ ഈ മൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഒഴുകുന്ന റിവേഴ്സാണ്. അപ്പം ഹിൽസ് കഴിഞ്ഞു, പ്ലെയിൻസ് കഴിഞ്ഞു. ഓക്കെ. എങ്ങനെയാണ് പ്ലെയിൻ ഫെർട്ടൈൽ ലാൻഡായിട്ട് മാറുന്നത്? ദ റിവേഴ്സ് സച്ച് ആസ് ഗംഗ, യമുന, ദീസ് റിവേഴ്സ് flowing to the plain land and becoming the land becoming fertile. ഈ നദികൾ വന്നിട്ട് ഇവിടെയുള്ള ലാൻഡ് എന്താവുന്നു? ഫെർട്ടൈൽ ആകുന്നു. അങ്ങനെ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അഗ്രികൾച്ചർ. നെക്സ്റ്റ് വൺ, പ്ലാറ്റോസ്. The southern part of India is shaped like a cone. It has flat surface through its higher than the surrounding plains. This type of high land with flat top is called plateau. ഇനി പ്ലെയിൻ കഴിഞ്ഞു, പ്ലെയിൻസ് ഹിൽസ് ആൻഡ് മൗണ്ടൻസ് കഴിഞ്ഞു, പ്ലെയിൻ കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലാറ്റോസ്, പീഠഭൂമികൾ എന്ന് പറയും. ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് ഷേപ്പ്ഡ് ലൈക്ക് എ കോൺ. നിങ്ങൾ ഈ കോൺ ഐസ്ക്രീമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ ഇന്ത്യയുടെ സതേൺ പാർട്ട് കോണിൻ്റെ ഷേപ്പായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇറ്റ് ഹാസ് ഫ്ലാറ്റ് സർഫേസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർഫേസ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. ദോ ഇറ്റ് ഈസ് ഹയർ ദാൻ ദ സറൗണ്ടിങ് പ്ലെയിൻസ്. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളെക്കാൾ ഉയർന്ന ഭൂമിയായിരിക്കും. പക്ഷേ നമ്മുടെ മൗണ്ടെയിനുമാതിരി ഷാർപ്പായിട്ടോ ടോപ്പായിട്ടോ ഉള്ള സർഫേസ് അല്ല. ഭൂമി ഉയർന്നതാണെങ്കിലും അതിൻ്റെ സർഫേസ് എന്തായിരിക്കും? ഫ്ലാറ്റായിട്ട് കിടക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പ്ലാറ്റോസ് എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ദ southern part of our India is shaped like a cone. It has a flat surface. അതിൻ്റെ സർഫേസ് എന്താണ്? ഫ്ലാറ്റ്. ദോ it is higher than surrounding plains. ഈ സ്ഥലങ്ങളെയാണ് എന്ത് വിളിക്കുക? Flat. This type of high land with a flat top. Just imagine, what do you mean by plateaus? High land, ലാൻഡ് പ്ലെയിൻ ലാൻഡിനേക്കാളും ഹൈ ആയിരിക്കും,
പക്ഷെ ടോപ്പിൽ ഷാർപ്പോ ആയിട്ടുള്ള ഷേപ്പല്ല, ടോപ്പ് ഫ്ലാറ്റ് ആയിരിക്കും. ഭൂമിയിൽ നിന്ന് പരന്നു കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഉയർന്നു കിടക്കുന്ന സ്ഥലങ്ങളും ആ ഉയർന്നു കിടക്കുന്ന സ്ഥലത്തിൻ്റെ അഗ്രഭാഗം ഫ്ലാറ്റുമായിരിക്കും. സാധാരണ മലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി കയറി ചെല്ലുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യും, ഷാർപ്പ് ഷേപ്പായിരിക്കും അല്ലേ. പക്ഷെ പ്ലാറ്റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ലാൻഡിൽ നിന്ന് ഹൈ സർഫേസ് ആയിരിക്കും, സർഫേസ് വിൽ ബി ഫ്ലാറ്റ്. മനസ്സിലായോ? ഭൂമി പരന്ന് സ്ഥലം ഉയർന്നു കിടക്കും, പക്ഷെ മല പോലെ ഇങ്ങനെ കുത്തനെ പോകില്ല, ഫ്ലാറ്റായിട്ട് കിടക്കുന്നതിനെയാണ് പ്ലാറ്റോസ് എന്ന് വിളിക്കുന്നത്. ഡെക്കാൻ പ്ലാറ്റോ കവേഴ്സ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ദിസ് ലാൻഡ് ഈസ് ഹാർഡ്, റോക്കി, uneven. This area is less fertile than plain. The rivers in this area depend on rain for water and often dry up summer. Some parts of plateau covered with thick forest. പ്ലെയിൻ ലാൻഡിൻ്റെ അത്രയും ഫെർട്ടൈൽ ലാൻഡ് അല്ല പ്ലാറ്റോസ്. മനസ്സിലായോ? കൃഷിക്ക് അത്ര യോജ്യമല്ല. കാരണം ഹാർഡ് മണ്ണാണ്, റോക്കാണ്, പാറകളൊക്കെ തിങ്ങി നിറഞ്ഞ് കട്ടിയുള്ള മണ്ണുകളുള്ള സ്ഥലങ്ങളായിരിക്കും പ്ലാറ്റോസിൽ. ഇനി ഇവിടുത്തെ റിവേഴ്സ് മഴ പെയ്യുമ്പോൾ മാത്രമേ ഓക്കെ. അപ്പം we just learned about mountain, hills, then plateaus, then plains. Okay. Deccan Plateau covers the largest part of India. നമ്മുടെ ഇന്ത്യയുടെ ലാർജസ്റ്റ് പാർട്ടും കവർ ചെയ്യുന്ന സ്ഥലം ഏത് പ്ലാറ്റോസ് ആണ്? ഡെക്കാൻ പ്ലാറ്റോ ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് കൃഷിക്കൊന്നും അത്ര ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ് അല്ലായിരിക്കും ഈ പ്ലാറ്റോസ്. നെക്സ്റ്റ് വൺ, ഡിസേർട്ട്. A large area of dry land covered with sand is called desert. The Indian desert or Thar desert lies northwestern of India. ഇനി ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഡിസേർട്ട്? ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ കവറിങ് വിത്ത് സാൻഡ്, മണൽ മാത്രം കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത്? ഡിസേർട്ട്. നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസേർട്ടാണ് ഇത് താർ ഡിസേർട്ട് ഓർ ഗ്രേറ്റർ ഇന്ത്യൻ ഡിസേർട്ട്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസേർട്ടിൻ്റെ പേര് താർ ഡിസേർട്ട് എന്നാണ്. അപ്പോൾ തന്നെ അതിന് മറ്റൊരു പേരുണ്ട്, എന്ത്? ഇന്ത്യൻ ഡിസേർട്ട്. Now we are learning about desert. Desert mean dry land covered with sand. വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ലാൻഡാണ്, ഫുൾ ഓഫ് സാൻഡ് ആയിരിക്കും. മണൽ തിങ്ങി, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉള്ള പോലെ മണൽ മാത്രമുള്ള ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ് എന്ത്? ഡിസേർട്ട്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന ഡിസേർട്ടാണ് ഇത് താർ ഡിസേർട്ട് ഓർ ഇന്ത്യൻ ഡിസേർട്ട്. ഇനി the Thar desert we can see in which place? രാജസ്ഥാൻ. ഈ താർ ഡിസേർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. Very little rainfall occurs here, so this area is hot and dry. Very few plants, trees grow here. Listen carefully. ഡിസേർട്ടിൽ മഴ വളരെ കുറവായിരിക്കും. വെരി ലിറ്റിൽ റെയിൻഫോൾ. ബിക്കോസ് ഓഫ് ദിസ് ലെസ് റെയിൻഫോൾ വി കനോട്ട് സീ ലോട്ട് ഓഫ് പ്ലാന്റ്സ് ആൻഡ് trees there. Understand? Now we are discussing about desert. You just think that desert is a hard and covered with sand place. Sand തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഡിസേർട്ട് എന്ന് പറയുന്നത്. It is not useful for agriculture. It is not a fertile land. അതൊരു ഫെർട്ടൈൽ ലാൻഡ് അല്ല. Then we cannot see the presence of water in this place because there is only less rainfall. Less rainfall ആയതുകൊണ്ട് അവിടെ വെള്ളത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് we cannot see grass, plants, trees there. അവിടെ സസ്യങ്ങളോ വൃക്ഷങ്ങളോ വളരുന്നില്ല. മനസ്സിലായല്ലോ? The camel is the most important means of transport. It makes people goods across the desert. It is therefore called ship of the desert. Listen carefully. ഈ ഡിസേർട്ടിൽ നമുക്ക് റോഡുകളൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ജനങ്ങൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്?
ക്യാമലിനെയാണ്, ഒട്ടകത്തെയാണ് യാത്രയ്ക്ക് വേണ്ടി ഡിസേർട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒട്ടകത്തിനെയാണ്. സോ ക്യാമൽ ഈസ് നോൺ ആസ് ദ ഷിപ്പ് ഓഫ് ദി ഡിസേർട്ട്. ഡിസേർട്ടിലെ ഷിപ്പ് എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ ക്യാമൽ. മനസ്സിലായല്ലോ. ഇനി ഐലൻഡ്. An island is a piece of land surrounded by water on all sides. There are two groups of island in our country. അപ്പം ഹില്ല് പഠിച്ചു, മൗണ്ടെയിൻ പഠിച്ചു, പ്ലെയിൻ പഠിച്ചു, ഡിസേർട്ട് പഠിച്ചു, പ്ലാറ്റോസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഐലൻഡ്. നമ്മുടെ ഇന്ത്യേൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ ഐലൻഡ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. എല്ലാ സൈഡിലും വെള്ളമായിരിക്കും. ഇതൊരു ലാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ 4 ഭാഗത്തും വാട്ടർ കവേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തിനെ പറയുന്നതാണ് എന്ത്? ഐലൻഡ്. ഒരു ഭൂമി ഒരു നടുക്കും അതിന് ചുറ്റും വെള്ളത്താൽ നിറയപ്പെട്ട സ്ഥലങ്ങളെ നമ്മൾ ഐലൻഡ് എന്ന് വിളിക്കുന്നു. There are 2 groups of island. Andaman Nicobar Island lie the eastern side Bay of Bengal. Lakshadweep Islands are western side Arabian Sea. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എവിടെയാണ്? ഈസ്റ്റേൺ സൈഡാണ്. നമ്മുടെ ഈ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡും നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ ലക്ഷദ്വീപ് ഐലൻഡുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. So today's portion is over. Let me go through once again these topics. First topic we discuss hills and mountain. What do you mean by hill? Hill means high land with a round shape at the top. High land ആണ് shape, ടോപ്പിലെ shape എന്താണ്? Round ആണ്. Second one we discussed about mountain. Mountain means very high land. ഹിൽസിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന സ്ഥലമാണ് മൗണ്ടെയിൻ. The shape of its top is sharp peak. അതിൻ്റെ ഹില്ലിൻ്റെ റൗണ്ട് ഷേപ്പ് ആയിരിക്കുമ്പോൾ മൗണ്ടെയിൻ്റെ ഷാർപ്പ് പീക്ക് ആയിരിക്കും. Then we are having a great mountain in our northern side of India, which is that the Greater Himalaya. Then we just discussed shortly about Greater Himalaya. What do you understood about Greater Himalaya? In this Greater Himalaya, we can see a highest peak in India, Kanchenjunga. It is the 3rd highest peak in the world, but it is the highest peak in India. Then from this mountain, we can see 4 rivers are originating from here. Which are they? Ganga, Yamuna, Satluj, Brahmaputra. These rivers are flowing to the plain land. Because of this, these rivers are flowing to the plain land. Then we discussed about next topic is plain. What do you mean by plain? Many part of our country is covered with flat surface. Plain means flat and level land. Plain means flat and level land. Then because of the rivers just like Yamuna, Ganga, it is flowing to the plain land. Because of this plain land is becoming fertile land. This fertile land we can use. It is very useful for agriculture. So we can see there many food crops are growing in this place. Next one, we can see plateaus. What do you mean by plateau? Plateau means high land. But while we comparing the plain land, it is a high land. But the surface of this land is not like hills or mountain. Hilline pole, mountain pole, round or peak alla. And the surface, പരന്നു കിടക്കുന്ന ഭൂമിയേക്കാൾ ഉയർന്ന ഭൂമിയുമാണ്. പക്ഷേ അതിൻ്റെ ടോപ്പ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പ്ലാറ്റോസ് എന്ന് പറയുന്നത്. One of the important plateau in our country is Deccan Plateau. Just listen carefully. This plateau place is not useful for agriculture because it is having hard and rocky land. Okay. Next one we just discuss about desert. What do you mean by desert? Desert is a hard and dry sand. It is not useful for agriculture. We cannot see trees or plants in this place because it is having only less rainfall. Because of this, it is not useful for agriculture. Then we can see
people are using a animal for crossing the desert. Which animal? Camel. Because of this, camel is known as the ship of the desert. Next one we just discussed about island. What do you mean by an island? Island is a place with covered with വാട്ടർ. എല്ലാ 4 ഭാഗവും വാട്ടറിനാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളെയാണ് ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് ഇങ്ങനെയുള്ള ഐലൻഡുകൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണുവാൻ കഴിയും. ദീസ് ആർ ദ മെയിൻ ടോപ്പിക്സ് ഇൻ ദിസ് ടുഡേയ്സ് ക്ലാസ്. Just we discussed about peninsula, fertile, desert, island. Peninsula is a land that is surrounded by water bodies on 3 sides. Listen, island is a land surrounded by all sides. Peninsula means land covered by only 3 sides. ഒരു ഭൂമിയുടെ 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ നമ്മൾ പെൻസില എന്നും 4 ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്നതിനെ ഐലൻഡ് എന്നും പറഞ്ഞു. നെക്സ്റ്റ് ന്യൂ വേർഡ് ഇൻ ദിസ് ടോപ്പിക് വി ജസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ഫെർട്ടൈൽ. വാട്ട് യു മീൻ ബൈ ഫെർട്ടൈൽ? സോയിൽ ഓർ ലാൻഡ് വിച്ച് പ്ലാന്റ്സ് ഗ്രോ വെൽ. ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളക്കൂറുള്ള മണ്ണ്. അവിടെ ചെടികളും സസ്യങ്ങളും ധാരാളം വളരുവാൻ ഇടയായിത്തീരുന്ന ഭൂമിനെയാണ് നമ്മൾ ഫെർട്ടൈൽ ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ, ഡ്രൈ ലാൻഡ് കവേർഡ് വിത്ത് സാൻഡ്. മണൽ മാത്രം തിങ്ങി നിൽക്കുന്ന ലാർജായിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ ഡിസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so today's classes I am going to bind up here. If you have any doubt, you just call me. I'll help you. Okay, see you in the next class.